ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുള്ള വെജിറ്റബിൾ നൂഡിൽസ് ആണ്. ഇതിനായിട്ട് നമ്മൾ നൂഡിൽസ് പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന നൂഡിൽസ് വെച്ചിട്ടാണ് ഈ വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം. ഗോതമ്പ് പൊടി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതുപോലെ ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത കാരണം ഇതൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിവിടെ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത ഈ ഓയിലും ഉപ്പും മുട്ടയൊക്കെ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ നൂലപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കണം. നൂഡിൽസിനുള്ള മാവ് നമ്മളിവിടെ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റും ഒരു ചെറിയ കഷ്ണം ക്യാബേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിത് നീളത്തിൽ കനം കുറഞ്ഞ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ സവോളയും ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതുപോലെ ഒരു ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് നൂഡിൽസിന് ആവശ്യമുള്ള സോസ് തയ്യാറാക്കി എടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്. ഇത്രയും സോസുകളാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ നൂഡിൽസിനായിട്ട് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഒരു ക്യൂബും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് ഇതാ കുഴച്ച് വെച്ചിട്ട് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ പ്രസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് വലിയ സൈസുള്ള അച്ചാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ സാധാരണ നൂലപ്പത്തിനേക്കാളും കുറച്ച് വലിയ ഹോളുള്ള അച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് നിറച്ചിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് നമുക്കിത് പ്രസ് ചെയ്ത് ഒഴിക്കേണ്ടത്. നൂഡിൽസ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളയ്ക്കണം. വെള്ളം നല്ലപോലെ തിളയ്ക്കുമ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ മാവ് പ്രസ് ചെയ്ത് ഒഴിക്കാനായിട്ട്. ഇങ്ങനെ തിളച്ച വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ ഇതിൻ്റെ നൂലുകളൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് നൂഡിൽസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഒരു 3 മിനിറ്റ് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് കുക്കായിട്ട് കിട്ടും.
ഇത് അധികം ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റ് തന്നെ തിളച്ച് കഴിഞ്ഞാൽ ഇത് നൂല് പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിൽ കോരിയെടുക്കാം. നമ്മളിപ്പോൾ കുക്ക് ചെയ്തെടുത്ത ഈ നൂഡിൽസ് വെള്ളത്തിലേക്കാണ് ഇടേണ്ടത്. ഒരു പാത്രത്തിൽ കുറച്ച് നല്ല വെള്ളം എടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ നൂഡിൽസ് കോരിയെടുക്കാനായിട്ട്. വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് വെള്ളം വാർത്ത് വേറൊരു പാത്രത്തിൽ വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ക്യൂബ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമ്മളിത് ഉള്ളത് കൊണ്ട് ഇട്ടതാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ നൂഡിൽസിന്. നമ്മൾ മാഗിയുടെ മസാലയൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ഒരു നല്ല ഫ്ലേവർ കിട്ടാനാണ് നമ്മളിപ്പോൾ ഈ ചിക്കൻ ക്യൂബ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ചേർക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം നല്ല ഹൈ ആക്കി വെച്ചിട്ട് വെജിറ്റബിൾസ് ഒരു 2-3 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ചെറുതായി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ വെജിറ്റബിൾസിൽ ഉപ്പൊന്നും ചേർത്തില്ല കേട്ടോ. നമ്മൾ ചേർത്ത ചിക്കൻ ക്യൂബിൽ നല്ല ഉപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസിൽ ഉപ്പൊന്നും ചേർക്കാത്തത്. നമുക്കിനി ഇത് ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നൂഡിൽസിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമ്മളിതുപോലെ ലാസ്റ്റ് ചേർത്താൽ മതി ആവശ്യമുള്ള ഉപ്പ്. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായി. ഇതിൽ കുറച്ച് ചിക്കൻ പീസസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നൂഡിൽസ് ആയിട്ടോ. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.